ഇന്ന് പകലും ആ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തിയെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അയച്ചു കഴിഞ്ഞതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയ പകൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 49-ാം വാക്യം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 24:49. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ വായിച്ചു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഐ ആം എ ഓർഡിനറി മാൻ വിത്ത് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ഞാനൊരു സാധാരണ വ്യക്തിയാണ്, പക്ഷെ ഒരു അസാധാരണ ആത്മാവുള്ളവനാണ്. ഹല്ലേലൂയ. ഞാൻ സാധാരണ ഐ ആം എ ഓർഡിനറി മാൻ വിത്ത് എ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. I am an ordinary man with an extraordinary spirit. Hallelujah. Amen. ഞാനൊരു സാധാരണക്കാരനാണ്, അസാധാരണമായ ആത്മാവിലുള്ളവൻ. Hallelujah. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ദൈവ വചനത്തിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, ഇന്ന് ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ അകത്തുള്ള എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ് വെളിപ്പെടുന്ന ഒരു പകലായിട്ട് ഇന്ന് പകൽ മാറാൻ പോവാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം അറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മൾ ഓരോരുത്തരിലും മറഞ്ഞിരിപ്പുണ്ട്. Hallelujah. The extraordinary power is hidden in you. നിങ്ങളുടെ അകത്ത് ഹല്ലേലൂയ ആമേൻ നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. മറഞ്ഞ് hide in you. നിങ്ങളുടെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷേ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4:4 ഇങ്ങനെ പറയുന്നത്: ആമേൻ, യേശുക്രിസ്തുവിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഹല്ലേലൂയ. അപ്പോ എന്താണ് പ്രശ്നം എന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് തേജസ് ഇരിപ്പുണ്ട്, പക്ഷേ തേജസ്സിനെ അറിയാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ പിശാച് കുരുടാക്കിയിരിക്കുന്നതാണ് പ്രശ്നം. ഹല്ലേലൂയ. നമുക്കിന്ന് ലോകത്ത് 2 തരത്തിലെ ആളുകളെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഒരു ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ കാണാൻ കഴിയും, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കാണാൻ കഴിയും. അപ്പൊ ഇന്നത്തെ നിയമം അനുസരിച്ച് ഹാൻഡിക്യാപ്ഡ് എന്നല്ല പറയുന്നത്, പകരമായി ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ 2 രീതിയിൽ പറയാൻ പറ്റും. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അയാൾക്ക് സംസാരിക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടക്കാനുള്ള ശേഷിയില്ല, അദ്ദേഹത്തിന് കൈകൾ ചലിക്കാനുള്ള ശേഷിയില്ല. പ്രാപ്തി കുറവുള്ളവർ. നമുക്ക് ചിലരെ അങ്ങനെ പ്രാപ്തി കുറവുള്ളവരെ കാണാനായിട്ട് കഴിയും. എന്നാൽ ചിലരെ നോക്കിക്കേ, ആമേൻ, എല്ലാ വിധത്തിലും പ്രാപ്തിയുള്ളവരാ. കൈകാലുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ആമേൻ, കേൾക്കുവാനുള്ള കേൾവി ശക്തിക്ക് കുഴപ്പമില്ല, അവരുടെ ഒരു പ്രയാസത്തിനും അല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള ആമേൻ കാര്യങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അവരുടെ കണ്ണിന് കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, ചെവിയുടെ കേൾവിക്ക് കുഴപ്പമില്ല, അവരുടെ സംസാരശേഷിക്ക് കുഴപ്പമില്ല. ആമേൻ, അവരുടെ കയ്യും കാലും എല്ലാം പൂർണ്ണ ആരോഗ്യമുള്ളവരാ. പക്ഷേ ആമേൻ, ഈ 2 രീതിയിലുള്ള ആളുകൾ: പൂർണ്ണ ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവർ. എന്നാൽ ചിന്തിച്ചു നോക്കണം, പൂർണ്ണ ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമാണ്, കൈക്കും കാലിലും ഒന്നും ഒരു കുഴപ്പമില്ല, അവൻ ചെവിക്ക് നല്ല കേൾവിയുണ്ട്, കണ്ണിന് നല്ല കാഴ്ചശക്തിയുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അലസനാണെങ്കിലോ, ഒരു പണിയും ചെയ്യാനുള്ള താല്പര്യമില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചിന്തിച്ചു നോക്കിക്കുക, അതുപോലെ തന്നെ ഒരു വ്യക്തി എല്ലാ കഴിവുമുണ്ട്, പക്ഷെ ഉള്ളിൽ ഭയങ്കരമായ ഭയം പിടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആ ഭയം കാരണം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. ഇതുപോലെ തന്നെ ആമേൻ, ചിന്തിച്ചു നോക്കിക്കേ, ഈ എല്ലാ കഴിവും ഉണ്ടെങ്കിലും ഭയം, അതുപോലെ തന്നെ മാനസികമായിട്ട് അദ്ദേഹം സ്റ്റേബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ശരീരത്തിന് കായിക ബലമല്ല അദ്ദേഹം എന്തെങ്കിലും ആണോ അല്ലയോ തീരുമാനിക്കുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സാണ്. ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും കാണാൻ പറ്റും. കായികമായി ശേഷി കുറവുള്ളവരുണ്ട്, അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെ നോക്കിക്കേ, അവരുടെ അകത്തൊരു തീരുമാനമെടുത്തിരിക്കുക: എന്റെ ഈ വൈകല്യത്തെ ഞാൻ മറികടക്കും. അവരെന്ത് ചെയ്യുന്നത്? അവരുടെ മനസ്സിന്റെ ബലം കൊണ്ട് അവരുടെ സാഹചര്യങ്ങളെ മറികടക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രാപ്തിയോ, അവന്റെ സാമ്പത്തിക സ്ഥിതിയോ, അവന്റെ വിദ്യാഭ്യാസമോ, അവന്റെ കുടുംബ മഹിമയോ അല്ല അവൻ ആരാം തീരുമാനിക്കുന്നത്, അവന്റെ മനോഭാവമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ചില വിഷയങ്ങൾ നിങ്ങളെ ഞെരുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും.
ആമേൻ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ആ സാഹചര്യം നിങ്ങളെ ഞെരുക്കുന്നത് എപ്പോ വരെയാണെന്നറിയാമോ? നിങ്ങൾ അനുവദിക്കുന്നത് വരെ. ആമേൻ. ചില സാഹചര്യങ്ങൾ നിങ്ങളെ ചവിട്ടി അരയ്ക്കുന്നത് കാണാൻ പറ്റും. എപ്പോ വരെയാണെന്നറിയാമോ? നിങ്ങൾ അനുവദിക്കുന്നത് വരെ. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തായിട്ട് കാണാം. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ അനുവദിക്കുന്നത് വരെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ജീവിത ചുറ്റുപാടുകളുടെ ചുറ്റും ചില കാര്യങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന പോലെ കാണാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? ഏതുവരെയാണെന്നറിയാമോ? നിങ്ങൾ അനുവദിക്കുന്നത് വരെ. ആമേൻ. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഹല്ലേലൂയ, ഞാൻ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ, ഈ പ്രതികൂലം എന്നെ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് നീ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ പറയാം, ആമേൻ, നിന്റെ സാഹചര്യങ്ങൾക്ക് അതീതമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് ഒരു ആഗ്രഹം തോന്നി. വായിക്കാം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ഹല്ലേലൂയ. Acts chapter 7 verse 23 and 24. ഹല്ലേലൂയ. 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളെ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മോശയ്ക്ക് തോന്നി. ഹല്ലേലൂയ. മോശയ്ക്ക് തോന്നി. ആമേൻ. 24-ാം വാക്യം. ആമേൻ. 25-ാം വാക്യം. 25-ാം വാക്യം. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. അപ്പൊ മോശയ്ക്ക് തോന്നിയപ്പോ മോശ ഇറങ്ങി. മോശയ്ക്ക് തോന്നിയപ്പോ മോശ ഇറങ്ങി. മോശയ്ക്ക് തോന്നിയപ്പോ ഇറങ്ങി. പക്ഷെ തോന്നിയത് ശരിയായില്ല. ആമേൻ. അതായത് 40-ാമത്തെ വയസ്സിലാണ് അവന്റെ അകത്തൊരു ഡിസയർ ഉണ്ടാകുന്നത്. ഐ നീഡ് ടു സ്റ്റാൻഡ് ഫോർ മൈ ബ്രദേഴ്സ്. അല്ലെങ്കിൽ എനിക്ക് എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിൽക്കണം, എന്റെ അഭിഷേകത്തെ വെളിപ്പെടുത്തണം. പക്ഷെ പ്രിയപ്പെട്ടവർ, അവനിത് ഒരാളെ തല്ലിക്കൊന്നപ്പോ അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല. ഈ ചിന്തയോടുകൂടി 25-ാം വാക്യത്തിൽ പറയുന്ന പോലെ സഹോദരങ്ങൾ തന്നെ മനസ്സിലാക്കണമെന്ന ചിന്താഗതിയോടെ അവൻ ആക്ട് ചെയ്തതാണ്. സഹോദരങ്ങൾ തന്നെ തിരിച്ചറിയണമെന്ന ചിന്താഗതിയോടെ ആക്ട് ചെയ്തു. 40-ാമത്തെ വയസ്സിൽ ദർശനത്തോടെ ഇറങ്ങിയവനാണ്. പക്ഷെ 35-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ഈ 40-ാമത്തെ വയസ്സ് 25-ാം വാക്യവും 35-ാം വാക്യവും തമ്മിൽ 40 വർഷത്തെ കാലദൈർഘ്യമുണ്ട്. 25-ാം വാക്യവും 35-ാം വാക്യവും തമ്മിൽ verse 22 to 35 there is a 40 years gap. അവിടെ 40 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 40-ാമത്തെ വയസ്സിൽ മോശ തന്റെ മനസ്സിൽ തോന്നിയപ്പോ ഇറങ്ങി. എന്നാൽ 35-ാമത്തെ വാക്യത്തിൽ കാണുന്നത് 80-ാമത്തെ വയസ്സ് മോശയ്ക്കായപ്പോ ദൈവം തനിക്ക് വേണ്ടി, മോശയ്ക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ ഇറങ്ങുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത്, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുമ്പോഴാണ്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് 40 വർഷം മുമ്പ് വലിയ ദാഹമായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്റ്റർ ചെയ്യാനുള്ള, ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ എരിവായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ നല്ല എരിവായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് ചെയ്യാൻ, ജോലി ചെയ്യാൻ, പഠിക്കാൻ നല്ല താല്പര്യമായിരുന്നു. ഇപ്പൊ എല്ലാം മടുപ്പ് വന്നു, ഇപ്പൊ എല്ലാം തളർന്നു പോയി. ഞാനൊരു കാര്യം പറയാം, 40-ാമത്തെ വയസ്സിലെ മോശയുടെ ദർശനം 80-ാമത്തെ വയസ്സിൽ ദൈവത്തിന് ചൂട് പിടിപ്പിക്കാമെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ അകത്ത് കിടന്ന കൃപയെ, മോശയുടെ അകത്തുണ്ടായിരുന്ന എരിവിനെ 80-ാമത്തെ വയസ്സിൽ അതിനെ ജ്വലിപ്പിക്കാമെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാം, വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അകത്തുണ്ടായിരുന്ന ഡിസയർ, നിന്റെ അകത്തുണ്ടായിരുന്ന ദാഹം പിശാച് കൊഞ്ചിയത് കളഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം അതിനെ ജ്വലിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. ദൈവമേ, ഇത് പറ്റിയ സമയമല്ല കേട്ടോ. ഒരു സാധ്യതയില്ല. എനിക്ക് ഒന്നാമത് നാക്കൊക്കെ തടിച്ച നാക്ക്. മാത്രമല്ല, 40 വർഷത്തിന് മുമ്പ് എനിക്കൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, രാജാവിന്റെ പുത്രിയുടെ മകൻ. പക്ഷെ ഇപ്പോ ഞാൻ ആടുമേയ്ക്കുന്ന ആട്ടിടയനാ, ഒരു വിലയില്ലാത്തവനാ. പ്രായമായി പോയി. എനിക്ക് കൈകാലും എടുത്ത് നേരെ വെക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് കാഴ്ചശക്തിയില്ല, എനിക്ക് സംസാരശേഷിയില്ല, എനിക്ക് പ്രാപ്തിയിൽ കുറവുണ്ട്. ദൈവം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം, മോശേ, ഇപ്പോഴത്തെ നിന്റെ പ്രാപ്തിയല്ല, നീ 40-ാമത്തെ വയസ്സിൽ നീ വിതച്ചൊരു വിത്തുണ്ട്. 40-ാമത്തെ വയസ്സിൽ നീ വിതച്ചൊരു വിത്തുണ്ട്. ഞാൻ ഇന്ന് പകൽ നിന്നോട് പറയാ, നീ ചില നാളുകൾക്ക് മുമ്പ് ആത്മാവിൽ വിതച്ചൊരു വിത്തുണ്ട്. ഒരുപക്ഷെ നിന്റെ ബലം
ക്ഷയിച്ചു കാണും, നിന്റെ ആരോഗ്യം ക്ഷയിച്ചു കാണും. ഇന്നലെ നിന്റെ കൂടെ ആളുണ്ടായിരുന്നു, അയ്യോ അപ്പനും അമ്മയും എനിക്കുന്നില്ല, അന്ന് എനിക്ക് അമ്മയും അപ്പനും ഉണ്ടായിരുന്നു, അന്ന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് നാട്ടുകാരും വീട്ടുകാരും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ കൂടെ നിൽക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു, അപ്പനുണ്ട്, അമ്മയുണ്ട്, രാജപുത്രൻ എന്ന പദവിയുണ്ട്, ആരോഗ്യമുണ്ട്, ജ്ഞാനമുണ്ട്, ബലമുണ്ട്. 80-ാമത്തെ വയസ്സിൽ സകലതും നഷ്ടപ്പെട്ട മോശയോട് കർത്താവ് പറയുക, മോശേ ഞാൻ നിന്നോടൊരു കാര്യം പറയാ, അന്ന് നിനക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു. നല്ലപോലെ കേൾക്കണേ മോശേ, അന്ന് നിനക്ക് രാജകീയ പദവി ഉണ്ടായിരുന്നു, അന്ന് നിനക്ക് അമ്മയും അപ്പനും ഉണ്ടായിരുന്നു, അന്ന് നിനക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് നിനക്ക് പതക്കമുണ്ടായിരുന്നു, അന്ന് നിനക്ക് രാജകീയ വസ്ത്രമുണ്ടായിരുന്നു, അന്ന് നിനക്ക് തത്വജ്ഞാനം ഉണ്ടായിരുന്നു, അന്ന് നിനക്ക് നല്ല വസ്ത്രമുണ്ടായിരുന്നു, അന്ന് നിനക്ക് ശരീരത്തിൽ ബലമുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു. ഇപ്പോ ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ ഒരൊറ്റ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ വിടുതലിന് വേണ്ടി നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. This is not your time, this is my time. Amen. Jesus, 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 Jesus. മോശേ 40 വർഷം മുമ്പ്, 40 വർഷം മുമ്പ്, ഹല്ലേലൂയ, 40 വർഷം മുമ്പ്, 40 വർഷം മുമ്പ് മോശേ നീ അബദ്ധത്തിൽ ഒരുത്തനെ കൊന്നു. മോശേ നീ അബദ്ധത്തിൽ ഒരുത്തനെ കൊന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ വിളിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ദൈവജനത്തിന് ശത്രുവിന് മുമ്പിൽ മുഴുവൻ ന്യായവിധി അയക്കാൻ അബദ്ധത്താലല്ല, തിരിച്ചറിവോടുകൂടെ, തെരഞ്ഞെടുപ്പോടുകൂടെ. യെസ്, ഹല്ലേലൂയ. Yes. Oh Jesus, hallelujah, 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 hallelujah. ഞാൻ പറയാം, നിങ്ങളുടെ അകത്തുള്ള ചെറുതിനെ ചെറുതായിട്ട് കാണരുത്, നിങ്ങളുടെ അകത്തുള്ള അഭിഷേകത്തെ ചെറുതായിട്ട് കാണരുത്. ഹല്ലേലൂയ. മോശ അവർ ഒറ്റ നടപ്പില് ആമേൻ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചെങ്കിൽ, Yes. ഹല്ലേലൂയ, ആമേൻ, നമുക്ക് ആമേൻ, ഹല്ലേലൂയ, നമ്പേഴ്സ്, ആമേൻ, സംഖ്യാപുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ആമേൻ, ഹല്ലേലൂയ, കാലേബിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, കാലേബ്, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെ ദൈവം വിളിച്ചു പരാക്രമശാലിയെ, പരാക്രമശാലിയെ. ഹല്ലേലൂയ. നമ്പേഴ്സ് ചാപ്റ്റർ 6:12, ഹല്ലേലൂയ, അവിടെ വന്നിട്ട് പറഞ്ഞു പരാക്രമശാലിയെ, ആമേൻ, പരാക്രമശാലി എന്ന് അവനെ വിളിച്ചു. ഹല്ലേലൂയ. എന്നാൽ 14-ാമത്തെ വാക്യത്തിൽ, ഹല്ലേലൂയ, ആമേൻ, വേഴ്സ് 14 അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ജഡ്ജസ് ചാപ്റ്റർ 6:12, ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ആമേൻ, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ. ഹല്ലേലൂയ. ഗിദ്യോനെ വിളിച്ചതാ പരാക്രമശാലി. ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്ത് ആമേൻ, ഉടൻ തന്നെ ഗിദ്യോന്റെ മറുപടി എന്താണെന്നറിയാമോ? അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും പ്രശ്നം? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും രോഗം മാറാത്ത? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായ വിഷയത്തിന് പരിഹാരമില്ലാത്ത? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും രോഗം? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാമ്പത്തികമായ വിഷയങ്ങൾ? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ തരത്തിലെ പ്രശ്നങ്ങൾ? ഞങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലേ? ഞങ്ങൾ സുവിശേഷം പറയുന്നില്ലേ? ഞങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഞങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് പ്രശ്നം? ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ല. അതിനോട് കൂടെ ചേർന്ന് ഗിദ്യോൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. നമ്മുടെ വല്യപ്പമാരൊക്കെ പണ്ട് ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞു തരുമായിരുന്നു. ചെങ്കടൽ കീറി ദൈവം ജനത്തെ നടത്തി, എരിഹോ മതിൽ താഴെ വീണു. ഞങ്ങൾക്കിപ്പോ അതിലൊന്നും വിശ്വാസമില്ല. കാരണം ഇപ്പൊ പട്ടിണി കിടന്ന് മടുത്തു, ഇപ്പൊ ഭക്ഷണമില്ല, ഇപ്പൊ സാഹചര്യങ്ങൾ വിപരീതം. ഇതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, അവിടെ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും വന്ന് ഇവരുടെ വസ്തു മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയെന്ന് 6-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ അത്രത്തോളം പട്ടിണി, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഭക്ഷണമില്ല. ഹല്ലേലൂയ. ഭക്ഷണമില്ലാത്ത അവസ്ഥ, അവർക്ക് ഒരു തരി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ മടുത്തിരിക്കുന്ന ഗിദ്യോൻ പറയുക, ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല, എനിക്കിതിനകത്ത് വലിയ വിശ്വാസമില്ല. എന്നാൽ 14-ാം വാക്യത്തിൽ ദൈവം ഹല്ലേലൂയ ഗിദ്യോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗിദ്യോനെ, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഉപയോഗിക്കാം. ഹല്ലേലൂയ, നിന്നിൽ ഒരു അത്ഭുതം നടക്കാൻ പോവാം. നീ ഒരു കാര്യം ചെയ്യണം. നിനക്കിപ്പോ ഉള്ള ചെറിയ ബലമില്ലേ, അതുമായിട്ട് നീ ഒന്ന് എഴുന്നേക്ക്.
Hallelujah. അതുമായിട്ട് നീ ഒന്ന് എഴുന്നേക്ക്. ആമേൻ. ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി കൊടുക്കാന്നല്ല. ആമേൻ. ഹല്ലേലൂയ. പനി മാറി കഴിഞ്ഞിട്ട് സുവിശേഷ വേല ചെയ്യാന്നല്ല. ഹല്ലേലൂയ. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാന്നല്ല. ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഉള്ള പരിമിതികളുടെ നടുവിൽ ഉള്ള ബലത്തോടെ നീ എഴുന്നേൽക്കാമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു, നീ ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലോ നിന്നെ അയക്കുന്നത്. Amen. Hallelujah. I have, Lord, I sent you there. ഞാനാ നിന്നെ അയക്കുന്നത്. Thank you, Jesus. Have not I sent you? Hallelujah. ഞാനാ നിന്നെ അയക്കുന്നത്. ഞാനാ നിന്നെ അയക്കുന്നത്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. Hallelujah. Amen. Yes. Hallelujah. Amen. Hallelujah. പ്രിയപ്പെട്ടവരെ, ഞാൻ Hallelujah. നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വന്ന് പെട്ടതല്ല, ദൈവം നിങ്ങളെ അയച്ചതാ. Amen. ദൈവം നിങ്ങളെ അയച്ചതാ. Amen. ദൈവം നിങ്ങളെ അയച്ചതാ. Amen. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോ ആമേൻ, ഇവിടെ ഗിദെയോൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്കും ചിലപ്പോൾ കാണും. എന്തുകൊണ്ടാണ് ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സ്ട്രഗിള്? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, യു ആർ എ ഓർഡിനറി മാൻ വിത്ത് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. Amen. Amen. Hallelujah. നിങ്ങൾ സാധാരണ മനുഷ്യനാണ്, പക്ഷെ അസാധാരണ ആത്മാവുള്ള വ്യക്തിയാണ്. Yes. Amen. നിങ്ങൾ അസാധാരണ ആത്മാവുള്ള ഒരു സാധാരണ വ്യക്തിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അസാധാരണ ആത്മാവുള്ള സാധാരണക്കാരനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അസാധാരണ ആത്മാവുള്ള സാധാരണക്കാരൻ. ഞാൻ അസാധാരണ ആത്മാവുള്ള അസാധാരണ വ്യക്തിയാണ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നിന്ന് മാറി നിൽക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അസാധാരണ ആത്മാവുള്ള ഒരു സാധാരണ വ്യക്തിയാണ്. Amen. Amen. Hallelujah. 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 അപ്പൊ ഗിദെയോനോട് ദൈവം പറഞ്ഞത് യഹോവ നിന്റെ കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്നറിയാമോ? യഹോവ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ എഴുന്നേൽക്കാൻ ഒരുത്തനില്ലാത്തതാ പ്രശ്നം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പലതും പറയാൻ പറ്റും. അയ്യോ, പണ്ട് ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. കാരണം പണ്ടത്തെ എന്റെ സാഹചര്യത്തിൽ ഇന്നിന്ന ഗുണങ്ങളുണ്ടായിരുന്നു. പണ്ട് എന്റെ സിറ്റുവേഷൻ ഇന്നിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നൗ എന്റെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല. എനിക്ക് ഇത്രയും വലിയ ബാധ്യതയുണ്ട്. എങ്ങനെ അതിനകത്തുനിന്ന് പുറത്തു വരും? ചിലപ്പം ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യും? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. മോശെ, നിനക്ക് മനസ്സിൽ തോന്നിയപ്പോ പോയതുപോലെ അല്ല ഇപ്പോഴത്തെ പോക്ക്. ഇത് ഞാനാ നിന്നെ അയക്കുന്നത്. ഇത് ഞാനാ നിന്നെ അയക്കുന്നത്. ഞാനാ നിന്നെ അയക്കുന്നത്. ഞാനാ നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ. വായിക്കാം. ഹല്ലേലൂയ. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 ചാപ്റ്റർ 14 വേഴ്സ് 24. എന്റെ ദാസനായ കാലേബോ, അവൻ വേറൊരു സ്വഭാവമുള്ളവൻ, എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി കൈവശമാക്കും. അപ്പൊ അത് നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകും. മലയാളത്തിൽ അത് അല്പ വ്യത്യാസമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. But my servant Caleb, because he had another spirit with him. Amen. Hallelujah. Amen. He is an ordinary man like others. ബാക്കി ഇവരുടെ കൂടെ പോയ ഈ 12 പേരില്ലേ, ഉറ്റു നോക്കാൻ പോയ 12 പേരിൽ അവരിൽ ഒരാളെ പോലെ തന്നെ ഇവനും. പക്ഷേ അവന്റെ സ്പിരിറ്റ് ഡിഫറെന്റാ. അവന്റെ സ്പിരിറ്റ് ഡിഫറെന്റാ. Amen. You are a ordinary man with an extraordinary spirit. Yes. Amen. Amen. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ഓരോരുത്തരും സാധാരണക്കാരാണ്, അസാധാരണ ആത്മാവിനെ വഹിക്കുന്നവർ. അസാധാരണ ആത്മാവിനെ വഹിക്കുന്നവർ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലി മാറും. നിങ്ങളുടെ ശുശ്രൂഷയുടെ ശൈലി മാറും. നിങ്ങളുടെ വിദ്യാഭ്യാസം പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളുടെ പഠനത്തിന് ശൈലി മാറും. നിങ്ങൾ വിചാരിച്ചേക്കാം, അയ്യോ ഞാന്
ഞാന് ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ സിലബസുകൾ വ്യത്യാസം ഉണ്ടല്ലോ. അയ്യോ, ഞാനും കേരള സിലബസിൽ പഠിച്ച ആളാ, അങ്ങനെ CBSE അങ്ങനെ പോകുന്നത്, ICSE സിലബസ്, ആ സിലബസ് വേറെയാ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആമേൻ, യു ആർ എ ഓർഡിനറി മാൻ വിത്ത് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡാ, ബിസിനസ് സെയിൽസിൽ എനിക്ക് അധികം വശമില്ല. അതെങ്ങനെ സാധ്യം? യു ആർ an ordinary man with an extraordinary spirit. Hallelujah. ഞാൻ പറയട്ടെ, നീ ഒരു സാധാരണക്കാരനാണ്, എക്സ്ട്രാ ഓർഡിനറി ആത്മാവുള്ളവനാണ്. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് തമിഴ് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എങ്ങനെയാ US പോയി മിനിസ്റ്റർ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ഇല്ലെങ്കിൽ മലേഷ്യയിൽ പോയി എങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നത്, കാനഡയിൽ പോലെ എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്? ഞാൻ പറയാം, യു ആർ an ordinary man with an extraordinary spirit. ഞാൻ പറയാം, നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം ഞാൻ പ്രായമായ ആളാണ്, എനിക്ക് വാർദ്ധക്യത്തോട് അടുത്തിരിക്കുക, എനിക്കത് സാധ്യമല്ല. ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ഒരു സാധാരണക്കാരനാണ്, പക്ഷെ അസാധാരണ Amen, amen, hallelujah. 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 ആമേൻ. ചില കുഞ്ഞുങ്ങളൊക്കെ എക്സാം എഴുതിയിട്ട് അവര് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ഈ 8 പേപ്പറാ മൊത്തം എഴുതിയത്, അതിനകത്ത് 6 പേപ്പറും പോയി. ഞാൻ ഇനി അത് ഈ ഉടനെ എങ്ങും നടക്കുമെന്ന് തോന്നുന്നില്ല. യു ആർ എ ഓർഡിനറി മാൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. നിങ്ങൾ ഒരു സാധാരണക്കാരനാണ്, അസാധാരണ ആത്മാവുള്ള സാധാരണ വ്യക്തിയാ. നിന്റെ അകത്തെ ആത്മാവിനെ നീ ജ്വലിപ്പിച്ചാൽ നിനക്ക് അസാധ്യമെന്ന് ലോകം പറഞ്ഞത് നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. ഹല്ലേലൂയ. Hallelujah. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മള് ഹല്ലേലൂയ ഈ വീട്, അതായത് കള നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കള എന്ന് പറയില്ലേ? ഹല്ലേലൂയ. എന്താ ഈ കള എന്ന് പറയുന്നത്? ഹല്ലേലൂയ, വിതയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെ കിളുത്തോളൂ. കള വിതയ്ക്കേണ്ട കാര്യമില്ല, തന്നെ കിളുത്തോളൂ, അല്ലെ? മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റും കാണാം പെട്ടെന്ന് പച്ചപ്പ്, എവിടുന്ന വന്നെന്ന് അറിയത്തില്ല, എല്ലാ ആവശ്യമില്ലാത്ത സാധനം കിളുത്തു വരും. എന്നാൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ നല്ല ഫലം ആഗ്രഹിക്കുന്നെങ്കിൽ വിത്ത് വിതയ്ക്കണം. അത് നിങ്ങളുടെ മനസ്സ് കള വളർത്തിക്കൊണ്ട് വരണേ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെറുതെ വീട്ടിലിരുന്നാൽ മതി, ഒരു പണിയും ചെയ്യരുത്. ചുമ്മാ നിങ്ങൾ വെറുതെ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കാവോ? നിങ്ങളുടെ മൈൻഡ്, അത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലില്ല, an ideal mind is a workshop of devil's workshop, അല്ലേ? an ideal mind. നിങ്ങളുടെ എന്തോ അലസമായ മനസ്സ് പിശാചിന്റെ പണിപ്പുര എന്നാ ഒരു പഴഞ്ചൊല്ല് പറയുന്നത്. അതായത് നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു, അയ്യോ, ആ കുഴപ്പമാണ്, എന്നെ കൊള്ളത്തില്ല, ആ പ്രശ്നമാണ് എന്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമാണ്, നാട്ടുകാർ അങ്ങനെ ചെയ്തത്, ആ കോഴ്സിന് പോകേണ്ടതായിരുന്നു, ഇവിടെ പോകണ്ടായിരുന്നു, ആ രാജ്യത്ത് പോയാൽ മതിയായിരുന്നു, ഈ ജോലി വേണ്ടായിരുന്നു, ആ ജോലി കയറിയാൽ മതിയായിരുന്നു, ഈ കോഴ്സ് എടുക്കണ്ടായിരുന്നു, ആ സ്കൂളിൽ കൊച്ചിനെ ചേർക്കണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കയറും. കള തന്നെ വളർന്നോളും. പക്ഷേ നിനക്ക് വിത്ത് വേണമെങ്കിൽ, വൃക്ഷം വേണമെങ്കിൽ, യു നീഡ് ടു സോ. ഞാൻ പറയാം, നിനക്ക് ജയം വേണോ? വാ തുറന്ന് പറയാൻ പഠിക്കണം. എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, നീ സാധാരണക്കാരനായ വ്യക്തിയാണ്, പക്ഷെ അസാധാരണ ആത്മാവുള്ളവൻ. അസാധാരണ ആത്മാവുള്ള സാധാരണ വ്യക്തിയാണ് നീ. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. അപ്പോ Hallelujah. നിങ്ങളെ ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. കർത്താവ് നമ്മള് വിത്തെല്ലാം വിതച്ചു, ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പിറ്റോസ് രാത്രി മുഴുവൻ കള വന്നിച്ചിരിക്കുക. അപ്പോ ഈ വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ കള പറിക്കട്ടെ? വേണ്ട, കള പറിച്ചാൽ ഇപ്പൊ എന്ത് സംഭവിക്കും? വിത്തും കൂടെ പുറത്തു വരും. എന്താ കുഴപ്പമെന്നറിയോ? വിത്തിനും കളയ്ക്കും ഒരേ ലെവലിൽ വേരായതുകൊണ്ടാണ് വിത്ത് നല്ല സസ്യം പറിക്കുമ്പം കളയും കൂടെ പറിച്ചു വരുന്നത്. പക്ഷെ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ നാട്ടില് ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും കാണുമായിരിക്കും. റബ്ബറിന്റെ ഇടയ്ക്കെല്ലാം പൈനാപ്പിൾ കൃഷി കണ്ടുണ്ടോ നിങ്ങൾ? ഈ പൈനാപ്പിൾ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല, എൻ്റെ ടൈം 6 മാസമോ കുറച്ച് 6 മാസം കൊണ്ട് അതിൻ്റെ ഒരു അല്പനാളുകൾ കൊണ്ട് അതിന് വിളവ് വരും. അപ്പൊ അത് വലിച്ചു പറിച്ചെടുക്കും. റബ്ബർ തൈക്ക് വല്ല കുഴപ്പമുണ്ടോ? അതവിടെ നിൽക്കും. എന്താ കാര്യം എന്നറിയാമോ? ആൾറെഡി എന്തുകൊണ്ടായി കള പറിക്കുമ്പോൾ വിത്തും കൂടെ വരുന്നത്? കളയുടെയും വിത്തിന്റെയും വേര് ഒരുപോലെ ആയതുകൊണ്ടാണ്. പക്ഷേ നീ ആ വിത്ത് നട്ട മരവില്ലേ, അതിനെ വളരാൻ അനുവദിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നീ എത്ര കള പറിച്ചു കളഞ്ഞാലും അകത്തുള്ള
ഈ വിത്ത് നഷ്ടപ്പെടത്തില്ല. ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മള് ഹല്ലേലൂയ, നമ്മുടെ ചില ആത്മീക നിലവാരത്തിൽ ചില മുറിവുകൾ വരുമ്പോ നമ്മളെല്ലാം കൂടെ ഈ കള പറിക്കുന്നതിന്റെ കൂടെ വിത്തും കൂടെ പറിച്ചു കളയും. കള പറിക്കുന്നതിന്റെ കൂടെ വിത്തും കൂടെ പറിച്ചു കളയും. ചിന്തിച്ചു നോക്കിക്കേ, നമ്മള് ഭയങ്കര ബോൾഡായിട്ട് വചനം കേട്ട് ഹമ്പിളായി. എങ്ങനെയായി? ഹമ്പിള്. ഈ ഹമ്പിളായപ്പോ എന്ത് സംഭവിച്ചെന്നറിയാം? ഹമ്പിളായ കൂടെ വചനത്തിലുണ്ടായിരുന്ന ബലവും കൂടെ പോയി. ഇത് രണ്ടും കൂടെ പോകത്തില്ല. നിന്റെ അകത്ത് വചനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നീ വളരെ ഹമ്പിളാകും, പക്ഷെ വേർഡിൽ വളരെ സ്ട്രോങ് ആകും. ആമേൻ. വചനത്തിൽ സ്ട്രോങ് ആയ ഒരാൾക്ക് മാത്രമേ അത്രത്തോളം താഴാൻ പറ്റത്തുള്ളൂ. ആമേൻ. നിങ്ങൾ വചനത്തിൽ വളരും തോറും ചിലപ്പോ മറ്റുള്ളവർ നോക്കുമ്പോൾ വിചാരിച്ചേക്കാം, ഇപ്പോ നമ്മുടെ ഒരു വാക്ക് പറയുമല്ലേ, ഇരുത്തം വന്ന സ്വഭാവം അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛൻ നേരത്തെ അച്ഛൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയായിരുന്നു, ഇപ്പൊ അച്ഛന് പക്വത വന്നെന്ന്. അച്ഛന് പക്വത വന്നത്. അതായത് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഈ നമ്മൾ വചനത്തിൽ വളരുമ്പോൾ ഉണ്ടല്ലോ, വചനത്തിൽ സ്ട്രോങ് ആകുമ്പോൾ നമ്മളിൽ അറിയാതെ നമ്മളിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചില കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ തുടങ്ങും. അപ്പൊ കാണുന്നവരോർക്കും ഇപ്പൊ വിളച്ചലൊന്നും നടക്കാത്തതുകൊണ്ട് അല്ലല്ല. നമ്മൾ വചനത്തിൽ ഉറയ്ക്കും തോറും നമുക്കൊരു ഉറപ്പാണ്. എനിക്കറിയാം, എനിക്കിവിടെ പ്രതികരിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി കാര്യങ്ങളെ എനിക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വേറൊരു ആത്മാവ്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും തോറ്റ് തൊപ്പിയിട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തകർന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എനിക്കിനി ജീവിക്കുക പോലും വേണ്ട, അങ്ങ് മരിച്ചാൽ മതി എന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം, യു ആർ എ ഓർഡിനറി മാൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. Hallelujah. Hallelujah. You are an ordinary man with an extraordinary spirit. Hallelujah. അതുകൊണ്ട് നീ ഇപ്പം ലോകം പറയുന്ന പോലെ പറയരുത്, ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ആമേൻ. ലോകത്തിന്റെ ചിന്തയ്ക്കും അതീതമായി, ലോകത്തിന്റെ ബുദ്ധിക്കും അതീതമായി, ലോകത്തിന്റെ ലിമിറ്റേഷനും അതീതമായി, നിന്റെ ശരീരത്തിന്റെ പരിമിതിക്കും അതീതമായി നിന്നിലൂടെ അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾക്ക് ഒത്തിരി പരിമിതി കണ്ടേക്കാം, നിങ്ങൾക്ക് ഒരുപാട് പരിമിതി കണ്ടേക്കാം, പക്ഷെ പരിമിതിയുടെ അകത്ത് നിങ്ങൾ ഒരു കാര്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഈ പരിമിതികളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് അകത്തിരിപ്പുണ്ട്. ആമേൻ. Hallelujah. 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 Amen. Praise God. Hallelujah. Amen. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു കമ്പനി ഭയങ്കര ലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോസാ, അവര് ഭയങ്കര ലോസി പോവാ. ആ കമ്പനി എത്ര ലോസി പോവുകയാണെങ്കിലും അതിന്റെ ക്യാപിറ്റൽ ബിഗ് ആണെങ്കിൽ, ഹ്യൂജ് ആണെങ്കിൽ ഒരിക്കലും അയാൾ പൂട്ടി പോകത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ ചിലപ്പോൾ ലോസ് വന്നേക്കാം, പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രേറ്റാ. ജീസസ് ഈസ് അവർ ക്യാപിറ്റൽ. ഗോഡ് ഈസ് അവർ ക്യാപിറ്റൽ. ഇഫ് ദി വേർഡ് ഈസ് യുവർ ക്യാപിറ്റൽ, നിന്റെ കമ്പനി ഒരിക്കലും പൂട്ടത്തില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഈ സാഹചര്യത്തെ മറികടക്കും, ഈ പ്രതികൂലത്തെ മറികടക്കും, ഈ സാഹചര്യത്തെ മറികടക്കും. Because your capital is the word of God. The promises of God is your capital. Jesus. ദൈവവചനമാണോ നിങ്ങളുടെ ക്യാപിറ്റൽ? ദൈവവചനമാണ് നിങ്ങളുടെ മൂലധനം. ദൈവവചനമാണ് നിങ്ങളുടെ മൂലധനം എങ്കിൽ ഞാൻ പറയാം, ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇളക്കം മറിച്ചിലല്ല, ഇത് കുറച്ചു നേരത്തേക്കുള്ളൂ. കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, നിന്നെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, നിന്റെ കുടുംബത്തെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, നിന്റെ ഭാവിയെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, ആരോഗ്യത്തെ കുറിച്ച് ഭാരപ്പെടണ്ട. Your capital is the promise of God. Your capital is the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നിങ്ങളുടെ മൂലധനമായിട്ടുള്ളതെങ്കിൽ നെവർ 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 നിന്റെ ജീവിതം പരാജയപ്പെടത്തില്ല, നിന്റെ കമ്പനി പൂട്ടിപ്പോകത്തില്ല. നീ തകർന്നു കിടക്കുന്ന എല്ലാ സ്ഥലത്തുനിന്നും നീ എഴുന്നേറ്റ് വരും. Hallelujah.
Hallelujah. Hallelujah. ഇപ്പോഴത്തെ സാഹചര്യം പോയി പണി നോക്കാൻ പറ. ഇത് പോയി പണി നോക്കാം. അതൊന്നും എന്നെ ഏക്കുന്ന പ്രശ്നമല്ല. കാരണം പ്രോസ്പെറിറ്റി ഈസ് നോട്ട് മൈ മണി, പ്രോസ്പെറിറ്റി ഈസ് ഗോഡ്സ് പ്രസൻസ്. Hallelujah. പ്രോസ്പെറിറ്റി പുറത്തുള്ള പണമല്ല, അകത്തുള്ള ദൈവാത്മാവ്. പ്രോസ്പെറിറ്റി ഈസ് hallelujah. എന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് എന്റെ കയ്യിലെ പണമല്ല. അത് നിങ്ങൾക്ക് തെറ്റുപറ്റുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളുക. എന്റെ പ്രോസ്പെറിറ്റി, എന്റെ സമൃദ്ധി എന്ന് പറയുന്നത് എന്റെ പോക്കറ്റിലെ പൈസ അല്ല, എന്റെ ബാങ്കിലെ കാശല്ല, എന്റെ അകത്തുള്ള വാഗ്ദത്തമാ, എന്റെ അകത്തുള്ള വാഗ്ദത്തമാ, എന്റെ അകത്തുള്ള പ്രോമിസസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ദാരിദ്ര്യത്തെ ഞാൻ ദാരിദ്ര്യമായി കാണുന്നില്ല. ബിക്കോസ് മൈ ക്യാപിറ്റൽ ഈസ് ദി വേർഡ് ഓഫ് ഗോഡ്. Hallelujah. Thank you, Jesus. 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 Hallelujah. 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 Yes, 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 yes. Jesus, Jesus, hallelujah, hallelujah. ഇവിടെ നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദാവീദ് രാജാവായി അഭിഷേകിച്ചേക്കൊണ്ട് ദാവീദിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് 1 ശമൂവേൽ 16 ആമേൻ. ശമൂവേൽ അവന്റെ തലയിൽ തൈലം ഒഴിച്ചപ്പോ അവന്റെ മേൽ ആത്മാവ് വന്നു. ആമേൻ. അവന്റെ മേൽ ആത്മാവ് വന്നു. ഹല്ലേലൂയ. ആത്മാവ് വന്നു. ഇതിനു മുമ്പ് കിന്നരം വായിക്കുമായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് കിന്നരമൊക്കെ വായിക്കുമായിരുന്നു. Hallelujah. ഹാർപ്പൊക്കെ പ്ലേ ചെയ്യുമായിരുന്നു. Nothing happened. But when hallelujah he got the anointing of the Holy Spirit, when after that when he played the harp, hallelujah, that was miracle. There was miracle happened when he played the harp. The evil spirit which was hallelujah control Saul, it is depart from him, because nothing because of the play, the goodness of the play, but because of the anointing of David. ദാവീദിന് വേണ്ട അഭിഷേകത്താൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്ന് പകൽ ഞാൻ പറയാം, നിന്റെ കഴിവല്ല. You are an ordinary person with an extraordinary spirit. You are an ordinary person with an extraordinary spirit. With an extraordinary spirit. With an extraordinary spirit. Hallelujah. 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 നമുക്കറിയാം, ചെങ്കടൽ വിഭാഗിക്കാനായിട്ട് എന്തൊക്കെ ബഹളമായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു. നിലവിളി, പുറകോട്ട് പോവുക, ഒച്ച വെക്കുക, ദൈവം പറയുക, വടി നീട്ടുക, കാറ്റടിക്കുക, രാത്രി മുഴുവൻ വെയിറ്റ്, എന്തൊക്കെ ബഹളമായിരുന്നു. പക്ഷെ യോശുവ ജനവുമായിട്ട് യോർദാൻ കടക്കാൻ വന്നപ്പോ പുരോഹിതന്മാരുടെ പെട്ടകം ചൂന്നുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെച്ചപ്പോ യോർദാൻ രണ്ടായിട്ട് കീറി അങ്ങ് നിന്നു. ജോർഡൻ രണ്ടായിട്ട് കീറുന്നു. അപ്പോ ഇവരുടെ ചുമലിൽ പെട്ടകം ഇരിപ്പുണ്ടാകും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ദാണ്ടെ ഒരുത്തം വരിക ഒറ്റയ്ക്കല്ല, ഒരാൾ കൂടെ ഉണ്ട്. അയാളുടെ ശിഷ്യനുമായിട്ട് വരുന്ന പാടെ ഹല്ലേലൂയ അവിടെ യോർദാന്റെ അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറഞ്ഞു, നിന്നെ അക്കരയ്ക്ക് വിളിച്ചിരിക്കുക. ഏലിയാവ് എലീശയോട് പറയുക, എന്നെ ദൈവം അക്കരയ്ക്ക് വിളിച്ചിരിക്കുക, നീ ഇവിടെ നിൽക്കാൻ. പക്ഷെ ഏലീശ പറഞ്ഞു, ഞാൻ നിൽക്കത്തില്ല. ആമേൻ. മരണമാണേലും ജീവനാലും നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ അല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യോർദാന്റെ മുമ്പിൽ വന്ന് ഏലിയാവ് ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ. എന്താ ചെയ്തെന്ന് അറിയാമോ? പോതപ്പെടുത്ത് ഒരൊറ്റ അടി അടിച്ചു, കാര്യം തീർന്നു. അക്കരെത്തി. ഹല്ലേലൂയ. ആമേൻ. അവിടെ അത് കടന്ന ഉടനെ ഏലിയാവ് എലീശയോട് ചോദിച്ച ചോദ്യം, എലീശായെ, എന്നെ ദൈവാത്മാവ് എടുക്കാൻ പോവാ, നിനക്ക് എന്താ വേണ്ടേ? എലീശ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്കൊന്നും വേണ്ട, നിന്റെ അകത്തുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഇരട്ടിപ്പങ്ക് എന്താണ്? ഇരട്ടിപ്പങ്ക് പുത്രത്വത്തിന്റെ അടയാളം നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ആദ്യജാതന്റെ അടയാളമാണ് ഇരട്ടിപ്പങ്ക്. അപ്പൊ ഞാൻ അത് പറയാനായിട്ടല്ല വരുന്നത്. അപ്പൊ അവിടുന്ന് ഒരു കാര്യം മനസ്സിലാകും, ഏലിയാവിന്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ആത്മാവുണ്ടായിരുന്നു. ഞാൻ പറയാം, ഇന്നലകളിൽ ചെങ്കടൽ വിഭാഗിക്കാനായിട്ട് ഒത്തിരി ചടങ്ങുകൾ നടന്നു. ഇന്നലെ യോർദാൻ വിഭാഗിക്കാൻ ഒത്തിരി പെട്ടകം, പുരോഹിതന്മാര്, ചെണ്ടയും മേളവും വാദ്യം എല്ലാം വേണമായിരുന്നു. എന്നാൽ ഇപ്പൊ താണ്ടൊരുത്തം വന്ന് നിൽക്കുക, ആത്മാവ് നിറഞ്ഞവനായി. അവൻ തൊട്ടാൽ യോർദാൻ രണ്ടാകും. ഞാൻ പറയാം, ഹല്ലേലൂയ, you are an ordinary person with an extraordinary spirit. Hallelujah. Yes. Hallelujah. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസ്
അല്ലടി. എന്നിട്ട് അവൻ ചിന്തിച്ചു നോക്കണം, ഇവിടെ ഏലിയാവും എലീശയും കൂടെ ഒരുമിച്ച് നിൽക്കുക. എന്നാൽ പിന്നെ തിരിച്ചു വരുമ്പോ ഏലീശ ഒറ്റയ്ക്കാ വരുന്നത്. പക്ഷെ ഏലീശ അവിടെ വന്നപ്പോ യോർദാന്റെ മുമ്പിൽ വന്നപ്പോ ചെയ്ത ഒറ്റ കാര്യം, ഏലിയാവിന്റെ ദൈവം എവിടെയും ചോദിച്ചു, ഒറ്റ അടിയടിച്ചു, കാര്യം തീർന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ചടങ്ങുകളെല്ലാം മറക്ക്. ആമേൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യു ആർ എ ഓർഡിനറി പേഴ്സൺ വിത്ത് എ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് ഹല്ലേലൂയ, ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. ആത്മാവനെ എടുത്തുകൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആമേൻ. ഈ യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം അവര് പറയുന്ന അനുസരിച്ച് 3 ദിവസത്തെ യാത്രയാണ് ഈ സ്നാനപ്പെട്ട സ്ഥലവും ഫിലിപ്പോസ് പോയി നിന്ന സ്ഥലവും തമ്മിൽ. 3 ദിവസത്തെ യാത്രയാണ്. 3 ദിവസത്തെ യാത്രയാണ്. പക്ഷെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്താ സംഭവിച്ചത്? 1 സെക്കൻഡ് കൂടെ അവൻ അവിടെ എത്തി. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ആൾബലം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആത്മാവിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയാം, ആമേൻ, 3 ദിവസം കൊണ്ട് ചെയ്യേണ്ടത് 1 സെക്കൻഡ് കൊണ്ട്, 1 സെക്കൻഡ് കൊണ്ട്, 1 സെക്കൻഡ് കൊണ്ട്, 1 സെക്കൻഡ് കൊണ്ട് സംഭവിക്കും. Hallelujah. I am an ordinary person with an extraordinary spirit. With an extraordinary spirit. With an extraordinary spirit. ഞാൻ അസാധാരണ ആത്മാവുള്ള ഒരു സാധാരണ വ്യക്തിയാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ഞാൻ സമയം പരിമിതം ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. മറിയ ദൂതനോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? Luke chapter 1 verse 35. അതിന് ദൂതൻ പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശുവിന്റെ ജനനത്തോടുകൂടെ മറിയ കേട്ട ദൂതെന്താ? മറിയ കേട്ട ദൂതെന്താ? ആത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് സഭയോട് പറഞ്ഞ ദൂതന്ന, ആത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ ശക്തി ലഭിച്ചിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മറിയ കേട്ടൊരു കാര്യമാണ്, എനിക്ക് ഇമ്പോസിബിൾ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഓവർലോഡാണ്. എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇത്രയും ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമല്ല. ആമേൻ. പ്രിയപ്പെട്ട, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഓർമ്മശക്തി എനിക്കില്ല, ഇത്രയും കാര്യം ചെയ്യാനുള്ള ബുദ്ധി എനിക്കില്ല, ഇത്രയും കാര്യം ചെയ്യാനുള്ള പണം എനിക്കില്ല, ഇത്രയും കാര്യം ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ പറയാം, ഹല്ലേലൂയ, നീ ജഡത്തില നോക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇത് സാധ്യമല്ലെന്നുള്ളത് നീ പറയുന്നത് 100% സത്യമാണ്. എന്നാൽ നിന്റെ അകത്ത് ഒരു ആത്മാവിരിപ്പുണ്ട്. ആമേൻ. യു ആർ എ ഓർഡിനറി പേഴ്സൺ with an extraordinary spirit. Amen. Hallelujah. Yes, yes, yes. Hallelujah. Amen. Amen. മറിയോട് ഹല്ലേലൂയ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. Yes, yes. Amen. Hallelujah. 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 Thank you Jesus. Amen. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യം 33-ാം വാക്യം ഇങ്ങനെ കാണുന്നു, യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വസിച്ചു. യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു വസിച്ചു. അവന്റെ മേൽ വന്നു വസിച്ചു. അവൻ യേശുവിന്റെ മേൽ വന്നു വസിച്ചു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു വസിച്ചു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതായത് ആമേൻ, യോർദാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം താഴേക്ക് ഒഴുകുന്നത് എന്നാണ് അർത്ഥം. ജോർഡൻ മീൻസ് ഡിസെൻഡിങ് സംതിങ്. ഹല്ലേലൂയ. ഫ്ലോ ഡൗൺ എന്നാണ് ജോർഡൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. യോർദാൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് ഒഴുകുന്നത്, താഴേക്ക് ഒഴുകുന്നത്. ആമേൻ. ഹല്ലേലൂയ. 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 എങ്ങനെ? താഴേക്ക് ഒഴുകുന്നത്. യോർദാൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് ഒഴുകുന്നത്. ആ യോർദാനിൽ യേശു വന്ന് സ്നാനപ്പെട്ടു. യേശു വന്ന് സ്നാനപ്പെട്ട് അവൻ യോർദാനിൽ നിന്ന് കയറിയ ഉടനെ ആരാ സ്നാനപ്പെടുത്തിയത്? സ്നാനപ്പെടുത്തിയ ആളുടെ പേര് യോഹന്നാൻ.
ജോൺ എന്ന വാക്കിന്റെ അർത്ഥം ജോൺ എന്ന വാക്കിന്റെ അർത്ഥം God has been gracious. God has been gracious. അതാണ് ജോൺ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ചിന്തിച്ചു നോക്കുക, കൃപയുള്ളവനായ, കൃപ നിറഞ്ഞവനായ, ഹല്ലേലൂയ, ആമേൻ, കൃപയിൽ ആമേൻ വന്നവനായ യോഹന്നാനാൽ സ്നാനപ്പെട്ടവനായ യേശുവും, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, താഴെ കൊടുക്കുന്നത് എന്ന അർത്ഥമുള്ള യോർദാനിൽ സ്നാനപ്പെട്ട് കയറിയ ഉടനെ, ഹല്ലേലൂയ, ആമേൻ, ഒരു കാര്യം അവിടെ സംഭവിച്ചു. സ്വർഗം തുറന്നു. ആമേൻ. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? സ്വർഗം തുറന്നു. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ താഴേക്ക് ഒഴുകി. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഒഴുകി. ആ ആത്മാവ് യേശുവിന് മേൽ വന്ന് വസിച്ചപ്പോ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. ഹല്ലേലൂയ. യേശു എങ്ങനെ നമ്മുടെ ഇടയിൽ പാർത്തത്? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴാണ്? ഹല്ലേലൂയ, താഴേക്ക് ഒഴുകുന്ന. ആമേൻ. അപ്പൊ യോർദാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം താഴേക്ക് ഒഴുകുന്നത്. എന്തിനാണ് യോർദാനെ മുമ്പ് മുതൽ കർത്താവ് പ്രിപ്പയർ ചെയ്ത് വെച്ചത്? ഈ ഒരു അർത്ഥം അവിടെ സ്ഥാപിക്കാനായിട്ട്. താഴേക്ക് ഒഴുകുന്ന കൃപ. ഹല്ലേലൂയ. ആമേൻ. ഇതുവരെ മനുഷ്യന് ഹല്ലേലൂയ യാഗമർപ്പിച്ച് മോളിലേക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തെങ്കിൽ ഇത് നേരെ തിരിച്ച് മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മോളിലേക്ക് എത്താൻ കഴിയാതിരിക്കെ അവിടുന്ന് ഇറങ്ങി വന്ന് എന്നിൽ വസിക്കുന്ന താഴേക്കൊഴുകുന്ന കൃപ. നിന്റെ താഴ്ചകളിൽ ഒഴുകുന്ന കൃപ. ഫ്ലോ ഡൗൺ. നീ എത്രത്തോളം താഴേക്ക് ഇറങ്ങുന്നു അവിടേക്ക് ഒഴുകി 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 എത്തുന്ന കൃപ. നീ എത്രത്തോളം നശിച്ചു പോയോ അവിടേക്ക് ഒഴുകി 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 എത്തുന്ന കൃപ. Yes, that grace is available. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉണ്ടാകട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. Who he is in you, he is greater than who he is in the world. നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. You are an ordinary person with the extraordinary spirit. Amen. Hallelujah. With an extraordinary spirit. With an extraordinary spirit. Amen. Yes. We believe in the name of Jesus. Hallelujah. Yes. Amen. Praise God. Hallelujah. Hallelujah. Thank you, Jesus. You are an ordinary man with an extraordinary spirit. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകളെ പഴി പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോ. നിനക്ക് വിഷയം കണ്ടെത്താൻ പറ്റും. ആമേൻ. ഷുഗർ വരാൻ കാരണം എന്നാ? പപ്പയ്ക്കും അമ്മയ്ക്കും ഷുഗർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ വിഷയം വരാൻ കാരണം എന്നാ? ആ ജോലി സ്ഥലത്ത് ബോസ് അങ്ങനെ പാര വെച്ചത് കൊണ്ട്. ഈ പ്രശ്നത്തിന് കാരണം എന്നാ? അയാൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞത് കൊണ്ട്. അതിന് പ്രശ്നം എന്നാ? ഇയാളെ മെയിൽ അയച്ചുകൊണ്ട്. ആ പ്രശ്നത്തിന് കാരണം എന്നാ? ആ ബിസിനസ് ബ്രേക്ക് ആയതുകൊണ്ട്. നിന്നെ കാരണം കണ്ടെത്താൻ വിളിക്കപ്പെട്ടതല്ല. നീ കാരണം കണ്ടെത്താനായിട്ട് വിളിക്കപ്പെട്ടവനല്ല വ്യക്തി. നീ സൊല്യൂഷനാ. നീ പരിഹാരമുള്ളവനാ. നീ പരിഹാരമാ. ആമേൻ. നീ എഴുന്നേൽക്കുമെങ്കിൽ പ്രശ്നങ്ങളെ പറഞ്ഞിരിക്കുന്നതിന് പകരം ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ദൈവജനത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഇന്നലെ ഞാൻ അല്പസമയം കുഞ്ഞുങ്ങളായിട്ട് ഇരുന്നപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഇന്ന് പകൽ ദൈവജനത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യമാണ്. പിശാച് നിങ്ങളെ കുറ്റം പറയുന്നവനാ. പക്ഷെ ദൈവം ആരാന്നറിയോ? നിങ്ങളുടെ കുറ്റം ഏറ്റെടുക്കുന്നവനാ. ഹല്ലേലൂയ. പിശാച് നിന്റെ കുറ്റം പറയും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്ന? നിന്റെ കുറ്റം ഏറ്റെടുത്തിട്ട് പറയും, ഞാൻ അവന്റെ കുറ്റം ഏറ്റെടുത്തിരിക്കുക. അവന് വേണ്ടി ഞാൻ കൊടുക്കാൻ വില. അവന് വേണ്ടി ഞാൻ പണിഷ്മെന്റ് ഏറ്റെടുത്തോളാം. ഞാൻ അവന്റെ തെറ്റ് ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ അവനെ അനുഗ്രഹിക്കും. ഞാൻ അവനെ മാനിക്കും.
കുറ്റം പറയുന്ന പിശാചിനെ നിന്നെ കുറ്റം ഏറ്റെടുക്കുന്ന ക്രിസ്തുവിനെ മുൻപിൽ നിർത്തി ജയിക്കുക. അപവാദിയായ പിശാചിനെ, നിന്റെ അപവാദത്തെ, നിന്റെ കുറവുകളെ മുഴുവൻ തന്റെ ശരീരത്തിലേറ്റവനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ ഉപയോഗിച്ച് നിന്റെ അപവാദിയായ പിശാചിനെ ജയിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ ഞാൻ പറയാം, നിങ്ങൾ ഹല്ലേലൂയ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യരുത്. പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ വീണ്ടും പ്രശ്നത്തിലാകും. നിങ്ങൾ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങൾ വീണ്ടും പ്രശ്നത്തിലാകും. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അപ്പോ ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ പ്രശ്നങ്ങളെ പുറത്തോട്ട് തള്ളുക, നിങ്ങൾ പ്രശ്നങ്ങളെ ചവിട്ടി മെതിക്കുക, നിങ്ങൾ പ്രശ്നങ്ങളെ വാഴുന്നവരായി മാറുക. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. Hallelujah. Amen. ശിംശോൻ വന്ന് നിൽക്കുമ്പോ ഹല്ലേലൂയ മിസ്രൈമ്യര്, ആമേൻ, ഫെലിസ്ത്യര് നേരെ ഓടി വരിക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ശിംശോന്റെ കയ്യിൽ ആയുധമില്ല, പക്ഷെ ആത്മാവ് അവന്റെ മേൽ വന്നു. ശിംശോന്റെ മേൽ ആത്മാവ് വന്നു. അവൻ ഉണങ്ങിയ താടി, കഴുതയുടെ താടിയല്ലോ ഒരെണ്ണം കയ്യിലെടുത്ത് അവൻ കുന്നൊന്ന് കുന്നു രണ്ടെന്ന് പറഞ്ഞ് ആയിരങ്ങളെ അവൻ പരാജയപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, you are an ordinary man with an extraordinary spirit. നിനക്കിത് ജയിക്കാൻ പറ്റും, നിനക്ക് പഠിക്കാൻ പറ്റും, നിനക്ക് ഹല്ലേലൂയ ഈ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ പറ്റും, നിനക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റും, നിനക്ക് ഇതിനെ തകർക്കാൻ പറ്റും. നീ ഇതിനെ മേൽ ജയിച്ചവനാ. ക്രിസ്തുവിലാണെങ്കിൽ നീ ഇത് ജയിച്ചവനാ. പിശാചിന്റെ സകല തന്ത്രത്തെ അഴിപ്പാൻ വെളിപ്പെട്ട ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ചവിട്ടി മെതിച്ചിട്ട് പറ, എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. Hallelujah. 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 ആമേൻ. പ്രിയപ്പെട്ടവർ, നിങ്ങളിത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? Praise the Lord. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്ന എന്തിനാ? നിങ്ങൾ ബൈബിളില് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കിക്കൂ. എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവ് ആരുടെയൊക്കെ മേൽ വന്നോ അവരെല്ലാം ആ സമയത്തുള്ള സഭയുടെ, ജനത്തിന്റെ, വ്യക്തികളുടെ, കുടുംബത്തിന്റെ വിഷയത്തിന്റെ പരിഹാരമായിരുന്നു, സൊല്യൂഷൻ ആയിരുന്നു. എന്തായിരുന്നു? സൊല്യൂഷൻ. മോശയുടെ മേൽ ആത്മാവൊന്നു. മോശ ആ കാലഘട്ടത്തിൽ ജനത്തിന്റെ സൊല്യൂഷൻ ആയിരുന്നു, പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആയിരുന്നു. ദാവീദിന്റെ മേൽ ആത്മാവൊന്നു. ആ കാലഘട്ടത്തിലെ ആ ജനങ്ങളുടെ വിഷയത്തിന് മേൽ സൊല്യൂഷൻ ആയിരുന്നു. ഗിദിയോനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 6-35 വാക്യത്തിൽ കാണുന്നു, അവന്റെ മേൽ ആത്മാവ് വന്നു. അപ്പൊ ആത്മാവ് വന്നപ്പം അവൻ സൊല്യൂഷൻ ആയിരുന്നു. ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ആത്മാവ് വന്നിരിക്കുന്നത് വെറുതെ ഇരുന്ന് കൈയടിച്ചിട്ട് ചർച്ച വരുമ്പോൾ കൈയടിച്ച് 4 അന്യഭാഷ പറഞ്ഞിട്ട് പോകാനല്ല. നീ വീട്ടിൽ ചെല്ലുമ്പോൾ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ അകത്തുള്ള അഭിഷേകത്തെ കത്തിക്കുമ്പോൾ ഞാൻ പറയാം, നീ സൊല്യൂഷനായിട്ട് മാറുക. യു ആർ എ സൊല്യൂഷൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിൽക്കുന്ന വെല്ലുവിളികളുടെ സൊല്യൂഷനാണ് നിങ്ങൾ പ്രശ്നങ്ങളുടെ സൊല്യൂഷനാ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ദയവായി പറയാം. നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യനെ വെച്ച് നിങ്ങളുടെ സാഹചര്യത്തെ അളക്കരുത്. ഹല്ലേലൂയ. കുറെ വാക്യങ്ങളുണ്ട്, പക്ഷെ അത് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കാണുന്ന പ്രകാരം വിധിക്കാതെ നീതിയോടെ വിധിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്നത് പോലെ വിധിക്കരുത്, നീതിയോടെ വിധിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞതാ, നിങ്ങൾ കാണുന്ന പോലെ വിധിക്കരുത്, നീതിയോടെ വിധിപ്പിൻ. ഹല്ലേലൂയ. 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, മനുഷ്യന്റെ പൊക്കമോ വണ്ണമോ അല്ല, ഞാൻ ഹൃദയത്തെ നോക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ അകത്തൊരു ആത്മാവിരിപ്പുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പുറമെയുള്ള പ്രാപ്തിക്ക് തക്കവണ്ണമല്ല, ആമേൻ, നിങ്ങളുടെ അകത്തെ ആത്മാവിന് തക്കവണ്ണം നിങ്ങൾ തിരിച്ചറിയണം.
ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പറയാൻ സാധിക്കണം, ശരിയാ, ഹല്ലേലൂയ, ആമേൻ, എനിക്ക് ഈ കാര്യം ചെയ്യാനായിട്ട് 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസം കൊണ്ട് ഈ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു മാസം കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ആമേൻ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പണിയും കൂടെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. യു ആർ എ ഓർഡിനറി മാൻ വിത്ത് എ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ആമേൻ. യു ആർ എ ഓർഡിനറി മാൻ വിത്ത് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ഒന്ന് പറഞ്ഞേ, ഐ എം എ ഓർഡിനറി മാൻ വിത്ത് എ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ഒന്ന് പറഞ്ഞു, നല്ല പോലെ ഒന്ന് പറഞ്ഞു, ഐ എം എ ഓർഡിനറി മാൻ. സാധാരണക്കാരനാണ്, പക്ഷെ എൻ്റെ അകത്തൊരു അസാധാരണ ആത്മാവിരിപ്പുണ്ട്. എൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനായിട്ട് ഇപ്പോഴുള്ള ഏത് സാഹചര്യത്തെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ തലയിൽ ചിലപ്പോൾ എക്സ്ട്രാ ലോഡായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലോഡായിരിക്കാം. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലോഡായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, യു ആർ എ ഓർഡിനറി മാൻ വിത്ത് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ആം സെയിം ലൈക്ക് യു ബട്ട് ഡിഫറെന്റ്. ഞാൻ നിങ്ങളെ പോലെ തന്നെയാ, പക്ഷെ ഞാൻ വ്യത്യസ്തനാ. Amen. Hallelujah. Hallelujah. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ പിശാച് അടച്ചു വെച്ചിരുന്ന പലതിനെ ആമേൻ വേറെ ആരെയും കൊണ്ടുമല്ല. ആമേൻ. ശിംശോന് നേരെ ഒരു സിംഹം ഗർജിച്ചുകൊണ്ട് വന്നു. ദൈവം ഇറങ്ങി സിംഹത്തിന്റെ വായടച്ച നല്ല പറയുന്നത്. യഹോവയുടെ ആത്മാവ് ഗിദിയോന്റെ മേൽ വന്നു, അവൻ അതിനെ കീറിക്കളഞ്ഞു. ഇന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ യു ആർ ദ സൊല്യൂഷൻ ഓഫ് യുവർ പ്രോബ്ലം. നിന്റെ വിഷയങ്ങളുടെ പരിഹാരം ആമേൻ പണമല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, അമ്മയല്ല, അപ്പനല്ല, ഹസ്ബൻഡ് അല്ല, വൈഫല്ല, മക്കളല്ല, വീടല്ല, ജോലിയല്ല, ബോസ് അല്ല, നിന്റെ മേൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന പലരോടും പരിശുദ്ധാത്മാവ് പറയുക, നീ ചില കാര്യങ്ങൾ മടുത്തു പോയിരിക്കുക, നീ ചില കാര്യത്തിൽ തളർന്നു പോയിരിക്കുക, സൊല്യൂഷൻ ഇല്ലാതിരിക്കുക, ഭയന്നിരിക്കുക, നിരാശപ്പെട്ടിരിക്കുക, ചില വ്യക്തികളെ ഭയന്നിരിക്കുക, ചില വിഷയങ്ങളെ ഭയടിച്ചിരിക്കുക. ഇന്ന് പകൽ എന്റെ ദൈവം പറയുക, ഇല്ല, യു ആർ എ ഓർഡിനറി മാൻ വിത്ത് ആൻ എക്സ്ട്രാഓർഡിനറി സ്പിരിറ്റ്. നിനക്ക് ഈ സാഹചര്യത്തെ ജയിക്കാൻ കഴിയും. 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 എല്ലാരും ജയിച്ച പോലല്ല കേട്ടോ, എല്ലാരും ജയിച്ച പോലല്ല. ഇന്ന് പകൽ ആരാധിക്കുമ്പോ, ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോ, ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ശരീരത്തിന് മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ ജോലിയുടെ മേൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മേൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ആരോഗ്യത്തിന് മേൽ, യേശുവിന്റെ നാമത്തിൽ, നിങ്ങളുടെ ബിസിനസ്സുകളുടെ മേൽ, നിങ്ങളുടെ ജോലികളുടെ മേൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് മേൽ ഈ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, ഈ extraordinary anointing, this extraordinary anointing, this extraordinary anointing, this extraordinary anointing is moving in the name of Jesus. Hallelujah, 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 hallelujah. ചില ശരീരങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി മറക്കൾ സംഭവിക്കട്ടെ. ചില ശരീരങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി മറക്കൾ സംഭവിക്കട്ടെ. ചില ശരീരങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി മറക്കൾ സംഭവിക്കട്ടെ. ചില കുടുംബങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി മറക്കൾ സംഭവിക്കട്ടെ. എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി. ചില തലമുറകളുടെ മേൽ, ചില കുഞ്ഞുങ്ങളുടെ മേൽ എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി. വിദ്യാഭ്യാസത്തിന് മേൽ, ഭാവിയുടെ മേൽ, ജോലിയുടെ മേൽ, ബിസിനസ്സിന് മേൽ എക്സ്ട്രാ ഓർഡിനറി.